Welcome back to Vidyanagar online class. Through this video, we are discussing algebraic identities. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഹോൾ സ്ക്വയർ പഠിച്ചു. ഇനി ഇവിടെ പുതിയൊരു ഐഡന്റിറ്റീസ് പഠിക്കാൻ പോവാണ്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇവിടെ നമ്മൾ എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ്, ഈ ഒരു ഐഡന്റിറ്റിയാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഓക്കെ, ദെൻ ഫസ്റ്റ് എക്സ് പ്ലസ് വൈ അതുപോലെ എഴുതി എക്സ് പ്ലസ് വൈ ഇൻറ്റു വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ മീൻസ് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ? സോ അടുത്ത എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എങ്ങനെ എഴുതി? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ദെൻ ഫസ്റ്റ് എക്സ് പ്ലസ് വൈ അതുപോലെ എഴുതി എക്സ് പ്ലസ് വൈ ഇൻറ്റു വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഐഡന്റിറ്റി ആണ്. എന്താണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് പഴയ പോലെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്താ? എക്സ് ക്യൂബ്. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്. ദെൻ എക്സ് ഇൻറ്റു 2xy. എക്സ് ഇൻറ്റു 2xy എന്തായി മാറും? 2xൽ 2x സ്ക്വയർ വൈ ആയി മാറും. അപ്പൊ എങ്ങനെ 2xy 2x സ്ക്വയർ ആയത്? ഈ 2xyനെ വീണ്ടും ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? 2x സ്ക്വയർ വൈ ആകും. ദെൻ എക്സ് ഇൻറ്റു വൈ സ്ക്വയർ. ഇനി എക്സിനെ വൈ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്താ? എക്സ് വൈ സ്ക്വയർ. അപ്പൊ എക്സ് കൊണ്ട് എക്സ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എക്സ് ക്യൂബായി. 2xy മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2x സ്ക്വയർ വൈ ആയി. വൈ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എക്സ് വൈ സ്ക്വയർ ആയി. ഇനി അതുപോലെ വൈ ഇൻറ്റു ഓരോ ടേമിനെയും ചെയ്യാം. വൈ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ വൈ എന്ന് എഴുതാം. ദെൻ വൈ ഇൻറ്റു 2xy. വൈ ഇൻറ്റു 2xy ചെയ്താൽ ഏതിനെ സ്ക്വയർ വരിക? 2xy സ്ക്വയർ. വൈനെ വീണ്ടും 2xy കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2xy സ്ക്വയർ. ദെൻ വൈ ഇൻറ്റു വൈ സ്ക്വയർ എന്തായി മാറും? വൈ ക്യൂബായി മാറും. ഓക്കെ, ഇനി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് എക്സ് ക്യൂബ് എഴുതി. ഓക്കെ, ദെൻ 2x സ്ക്വയർ വൈ. അപ്പൊ ലേക്ക് ടേംസ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കൂ. അവിടെ ഒരു എക്സ് സ്ക്വയർ വൈ അല്ലെങ്കിൽ വൈ എക്സ് സ്ക്വയർ കാണാൻ കഴിയും അല്ലെ? സോ ഈ 2x സ്ക്വയർ വൈയും ഇവിടുത്തെ 1x സ്ക്വയർ വൈ കൂടെ ടോട്ടൽ എത്ര എക്സ് സ്ക്വയർ വൈ ആയി മാറും? 3x സ്ക്വയർ വൈ ആയി മാറും. ഓക്കെ, ഇതുപോലെ എക്സ് വൈ സ്ക്വയർ. എക്സ് വൈ സ്ക്വയറും 2xy സ്ക്വയറും ലേക്ക് ടേംസ് ആണ്. എക്സ് വൈ സ്ക്വയറും 2xy സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതും എന്തായി മാറും? 3xy സ്ക്വയർ ആയി മാറും. ലാസ്റ്റ് ടേം എന്താ? വൈ ക്യൂബ്. ഓക്കെ, അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഐഡന്റിറ്റി. എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ പ്ലസ് വൈ ക്യൂബ്. ഇതിനെ ഈ രീതിയിലും എഴുതാറുണ്ട്. ഹയർ ഡിഗ്രി ഒക്കെ ആദ്യം എഴുതി എക്സ് ക്യൂബ്. ഈ എക്സ് ക്യൂബ് ആദ്യം എഴുതി. പിന്നെ നെക്സ്റ്റ് ടേം ആയിട്ട് എന്ത് എഴുതി? വൈ ക്യൂബ് എഴുതി. ഇനി നെക്സ്റ്റ് 2 ടേംസ് എന്തൊക്കെയാണ്? 3x സ്ക്വയർ വൈയും 3xy സ്ക്വയറും. രണ്ടിലും 3 കോമൺ ആണ്. 3 പുറത്തേക്ക് എഴുതി. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ രണ്ടിൽ നിന്നും എക്സ് പുറത്തേക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ വൈ ഉണ്ട്, ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്. അപ്പോൾ വൈയും പുറത്തേക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ 3 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ് സ്ക്വയറിന് എക്സ് എടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ എക്സ് ഉണ്ടാകും. വൈയും അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3xy പുറത്തേക്ക് എഴുതിയാൽ ബാക്കി എക്സ് ഉണ്ടാകും. അതുപോലെ ഇതിൽ നിന്നും 3യും എക്സും വൈയും പുറത്തേക്ക് എഴുതിയാൽ ബാക്കി എന്തുണ്ടാകും? എക്സ് പ്ലസ് വൈ. അപ്പൊ ഈ രീതിയിൽ എഴുതാറുണ്ട്. എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇതാണ് 6th ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് നമ്മൾ ഇതേ രീതിയിൽ എക്സ്പാൻഡ് ചെയ്താൽ ടേംസ് ഒക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും. എക്സ് ക്യൂബ്, ഇതിലെയും ഫസ്റ്റ് ടൈം എക്സ് ക്യൂബ് ആയിരിക്കും. പ്ലസ് 3xy സ്ക്വയറിന് പകരം എന്തായി മാറും? എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലെ ചെയ്താൽ എന്ത് ലഭിക്കും? മൈനസ് 3x സ്ക്വയർ വൈ എന്ന് ലഭിക്കും. നെക്സ്റ്റ് ടേം എന്താ? 3xy സ്ക്വയർ. അത് പോസിറ്റീവ് തന്നെ, 3xy സ്ക്വയർ ആയിരിക്കും. ദെൻ വീണ്ടും നെഗറ്റീവ് വൈ ക്യൂബ്. ആൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ എക്സ്പാൻഡ് ചെയ്താൽ
എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ചെയ്ത് ഈ രീതിയിൽ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എക്സ് ക്യൂബ് മൈനസ് 3x² വൈ പ്ലസ് 3xy² മൈനസ് വൈ ക്യൂബ്. ഇതിനെ നമുക്ക് ഹയർ ഡിഗ്രി ആദ്യം എഴുതി കഴിഞ്ഞാൽ എക്സ് ക്യൂബ്, ദെൻ വൈ ക്യൂബ് അല്ല മൈനസ് വൈ ക്യൂബ്. ഇനി രണ്ടിൽ നിന്നും മൈനസ് 3xy പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, ഈ ഒരു എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബിനെ ഈ രീതിയിലും എഴുതാൻ സാധിക്കും. പുതിയതായി രണ്ട് ഐഡന്റിറ്റീസ് ആണ് ഇവിടെ പഠിച്ചത്. സിക്സ്ത് ഐഡന്റിറ്റി, എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x² വൈ പ്ലസ് 3xy² പ്ലസ് വൈ ക്യൂബ്, ഓർ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ. Okay, then seventh identity, x minus y whole cube equal to x cube minus 3x² y plus 3xy² minus y cube, or x cube minus y cube minus 3xy into x minus y. Okay, അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Example 22. Write the following cubes in the expanded form. Okay, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3a plus 4b whole cube. അപ്പോൾ നമുക്കറിയാവുന്ന ഐഡന്റിറ്റി ഇവിടെ ഏതാണ്? എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3xy² പ്ലസ് 3x² y പ്ലസ് 3xy² പ്ലസ് y ക്യൂബ്. ഈ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ എക്സിന്റെ പ്ലേസിൽ എന്താ? ഇവിടെ 3a പ്ലസ് 4b ഹോൾ ക്യൂബ് എന്ന് എഴുതുമ്പോൾ എക്സിന്റെ പ്ലേസിൽ എന്താ ഉള്ളത്? 3a. അപ്പൊ എക്സ് ക്യൂബിന്റെ പ്ലേസിൽ എന്തായിരിക്കും? 3a ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു x² y, 3 ഇൻറ്റു x², x² നോട്ട് എന്തായിരിക്കും വരിക? 3a² ഇൻറ്റു y, y അതുപോലെ 4b. ഓക്കെ, പ്ലസ് അഗൈൻ 3 ഇൻറ്റു എക്സ് ഇൻറ്റു y². ഇവിടെ 3a സ്ക്വയറും 4b അതുപോലെ എഴുതി. എന്നാൽ നെക്സ്റ്റ് ടൈം എന്താ? 3a അതുപോലെ എഴുതിയിട്ട് 4bക്കാണ് നെക്സ്റ്റ് സ്ക്വയർ. അതാണ് ആദ്യം x² പിന്നെ വൈയും, നെക്സ്റ്റ് ടൈം എന്താ? എക്സും y². ലാസ്റ്റ് ടൈം എന്തായിരിക്കും? y ക്യൂബ് അല്ലെങ്കിൽ 4b ഹോൾ ക്യൂബ്. ഓക്കെ, ദെൻ 3a ഹോൾ ക്യൂബ്. എന്താണ് 3a ക്യൂബ്? 3ന്റെ ക്യൂബ് 27, എന്റെ ക്യൂബ് a ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 3a² എന്തായിരിക്കും? 9a² ഇൻറ്റു 4b പ്ലസ് 3 ഇൻറ്റു 3a ഇൻറ്റു 4b² എന്തായിരിക്കും? 16b² പ്ലസ് 4b ഹോൾ ക്യൂബ്. 4ന്റെ ക്യൂബ് എന്താ? 64, ബിന്റെ ക്യൂബ് b ക്യൂബ്. ഓക്കെ, ദെൻ 27a ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 9a² 27a² ഇൻറ്റു 4b ഇൻറ്റു 4b 27, 3 ഇൻറ്റു 9 27, 27 ഇൻറ്റു 4 108a²b. അത് ഒരുമിച്ച് എഴുതാട്ടോ. ഈ 3യും 9a² 4bയും കൂടെ മൾട്ടിപ്പിൾ ചെയ്തു. ഓക്കെ, അതുപോലെ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 16 144ab² പ്ലസ് 64b ക്യൂബ്. ഓക്കെ, അവിടെ ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താ? 27a ക്യൂബ് പ്ലസ് 108a²b പ്ലസ് 144ab² പ്ലസ് 64b ക്യൂബ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ഡിഗ്രി ഫസ്റ്റ് എഴുതി നോക്കാം. അപ്പൊ എന്തായിരിക്കും വരിക? 27a ക്യൂബ് പ്ലസ് 64b ക്യൂബ് പ്ലസ് 108a²b പ്ലസ് 144ab². ഇനി ഇതുപോലെ 5p മൈനസ് 3q ഹോൾ ക്യൂബ് എന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്തായിരിക്കും? നമുക്ക് എന്താ ഐഡന്റിറ്റി അറിയാം. എന്താണ്? എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് ഈക്വൽ എന്താണ്? ഫസ്റ്റ് എക്സ് ക്യൂബ്, അപ്പോൾ 5p ഹോൾ ക്യൂബ്, ദെൻ മൈനസ് 3x² y, അപ്പോൾ 3 ഇൻറ്റു 5pക്ക് സ്ക്വയർ വരും 3q അതുപോലെ. ഓക്കെ, പ്ലസ് 3xy², അപ്പോൾ 3 ഇൻറ്റു 5p അതുപോലെ 3qനായിരിക്കും നെക്സ്റ്റ് സ്ക്വയർ. ഓക്കെ, മൈനസ് വൈ ക്യൂബ്, അപ്പോൾ മൈനസ് 3q ഹോൾ ക്യൂബ്. ഇതായിരിക്കും ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക. ദെൻ 5p ഹോൾ ക്യൂബ്, 5ന്റെ ക്യൂബ് 125, പിന്റെ ക്യൂബ് p ക്യൂബ് മൈനസ് 3 ഇൻറ്റു 5p സ്ക്വയർ ചെയ്താൽ എന്തായിരിക്കും? 25p² ഇൻറ്റു 3q പ്ലസ്
3 into 5p into 3q സ്ക്വയർ ചെയ്താൽ എന്തായിരിക്കും 9q സ്ക്വയർ മൈനസ് 3q ഹോൾ ക്യൂബ് 3q ക്യൂബ് ചെയ്താൽ എന്തായിരിക്കും 3ന്റെ ക്യൂബ് 27q ക്യൂബ് ദെൻ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 125p ക്യൂബ് ദെൻ ഇനി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഏതൊക്കെയാണ് -3 × 25 -75 വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും -225p സ്ക്വയർ ക്യൂബ് okay then 3 into 5 15 15 into 9 15 into 9 എന്താ plus 135 pq square minus 27q cube ഇനി നമുക്ക് ഹയർ ഡിഗ്രിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് എഴുതി നോക്കാം അപ്പോൾ എന്തായിരിക്കും വരിക ഫസ്റ്റ് 125p ക്യൂബ് ഓക്കെ നെക്സ്റ്റ് -27q ക്യൂബ് then minus 225p square q plus 135pq square. Example 23. Evaluate each of the following using suitable identities. First question 104 whole cube. Second question 999 whole cube. അപ്പോൾ ഈ പാറ്റേൺ ക്വസ്റ്റിനൊക്കെ ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ 8th ചെയ്തിട്ടുണ്ട് 104 ഹോൾ ക്യൂബ് ഇതിനെന്താ ചെയ്യുക 104 എന്നാൽ എന്താണ് 100 + 4 ആണ് നമ്മൾ സീറോസ് നമ്പർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യലാണ് അങ്ങനെ ആകുമ്പോൾ കാൽക്കുലേഷൻ ഈസി ആവും അപ്പോൾ 100 + 4 എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും നമുക്ക് വേണ്ടത് 104 ഹോൾ ക്യൂബ് ആണ് അപ്പോൾ അതെന്തായി മാറും 100 + 4 ഹോൾ ക്യൂബ് ആയി മാറും വാട്ട് ഈസ് 100 + 4 ഹോൾ ക്യൂബ് x + y ഹോൾ ക്യൂബ് എന്തായിരുന്നു x ക്യൂബ് അപ്പോൾ എക്സിന്റെ പ്ലേസിൽ 100 ആണ് 100 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഫസ്റ്റ് ടേം സ്ക്വയർ ചെയ്യും സെക്കൻഡ് ടേം അതുപോലെ എഴുതും ഓക്കെ അഗൈൻ പ്ലസ് 3 ഇൻറ്റു ഫസ്റ്റ് ടേം അതുപോലെ എഴുതും സെക്കൻഡ് ടേമിനെ സ്ക്വയർ ചെയ്യും ദെൻ ലാസ്റ്റ് എന്താണ് ലാസ്റ്റ് ടേമിന്റെ ക്യൂബ് അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് ടേമിന്റെ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് 3 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ദെൻ സെക്കൻഡ് ടേമിന്റെ ക്യൂബ് then 100 ക്യൂബ് ആകുമ്പോൾ എന്താ അവിടെ എത്ര സീറോസ് ഉണ്ട് അതിനെ ത്രൈസ് എഴുതിയാൽ മതി ഇവിടെ 2 സീറോസ് ആണുള്ളത് അപ്പോൾ ക്യൂബ് വരുമ്പോൾ എത്ര സീറോസ് വരും അതിന് 6 സീറോസ് ആകും 2 × 3 6 zeros 1 2 3 4 5 6 then 3 into 100ന്റെ സ്ക്വയർ അപ്പോൾ 100ന്റെ സ്ക്വയർ ആകുമ്പോൾ ഡബിൾ ആവാണ് സീറോസ് അപ്പോൾ 10,000 into 4 പ്ലസ് 3 into 100 into 16 പ്ലസ് 4ന്റെ ക്യൂബ് എത്രയാണ് 4ന്റെ ക്യൂബ് 64 okay then 10,000 6 zeros 1 2 3 4 5 6 10 lakh ആണ് 3 into 4 12 പിന്നെ 4 സീറോസും 3 into 4 12 പിന്നെ 4 സീറോസ് ഓക്കെ പ്ലസ് 3 into 16 48 into 100 എത്ര 4,800 ഓക്കെ then 64 ഓക്കെ then ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും വരിക 1 1 2 4 8 6 4 ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ക്യൂബ് കാണും ഇതുപോലെ 999 ഹോൾ ക്യൂബ് എന്തായിരിക്കും ചെയ്യുക 999 ഈക്വൽ ടു 1000 മൈനസ് 1 അപ്പോൾ ഇതിന്റെ ക്യൂബ് എന്തായിരിക്കും 1000 മൈനസ് 1 ഹോൾ ക്യൂബ് അപ്പോൾ നമ്മൾ ഐഡന്റിറ്റി വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ എന്തായിരിക്കും ആദ്യം 1000ന്റെ ക്യൂബ് okay then minus 3 into 1000 square into 1 plus 3 into 1000 into 1 square last minus 1 cube okay then 1000 in the cube അപ്പോൾ 3 zeros ഉള്ളത് അപ്പോൾ 9 zeros ആയിരിക്കും 1 2 3 4 5 6 7 8 9 zeros minus 3 into 1000 സ്ക്വയർ അപ്പോൾ 3 zeros സ്ക്വയർ ചെയ്യുമ്പോൾ 6 zeros വരും or 5 6 പ്ലസ് 3 into 1000 into 1 സ്ക്വയർ ആണ് അപ്പോൾ 1 സ്ക്വയർ ആകുമ്പോൾ പ്രത്യേകിച്ച് മാറ്റില്ല 3000 മൈനസ് 1 ക്യൂബ് ഓക്കെ അപ്പോൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 1 2 3 4 5 6 7 8 9 മൈനസ് 3 into 6 zeros 1 2 3 4 5 6 പ്ലസ് 3000 മൈനസ് 1 ഓക്കെ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും
997002999. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്തൽ. Example 24. Factors 8x cube plus 27y cube plus 36x square y plus 54xy square. അപ്പോൾ നമുക്ക് ക്യൂബ് കാണാം, പിന്നെ എക്സും വൈയും മാത്രമേ ഉള്ളൂ, സെറ്റും കൂടെ വരുമ്പോഴാണ് നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഹോൾ സ്ക്വയർ ഒക്കെ വരാറ്. അവിടെ ക്യൂബ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് ഐഡന്റിറ്റി ആയിരിക്കും? എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് എന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഫാക്ടേഴ്സ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 8x³ പ്ലസ് 27y ക്യൂബ് plus 36x square y plus 54xy square. ഓക്കെ, അപ്പൊ 8x³, 8 ഏതിൻ്റെങ്കിലും ക്യൂബാണ്. 8 നമുക്കറിയാം ഏതിന്റെ ക്യൂബാണ്? 2ന്റെ ക്യൂബാണ്. x³ ഏതിന്റെ ക്യൂബാണ്? എക്സിന്റെ ക്യൂബാണ്. 27 ഏതിന്റെ ക്യൂബാണ്? 3ന്റെ ക്യൂബാണ്. y³ ഏതിന്റെ ക്യൂബാണ്? yന്റെ ക്യൂബാണ്. ഇനി മുഴുവൻ പോസിറ്റീവ് ആയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2x + 3y ഹോൾ ക്യൂബ് ചെയ്താൽ എന്താണ് വരുന്നത് നോക്കാം. അപ്പൊ 2x + 3y ഹോൾ ക്യൂബ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിന്റെ ക്യൂബ് ചെയ്താൽ എന്തായിരിക്കും? 2ന്റെ ക്യൂബ് 8, എക്സിന്റെ ക്യൂബ് x³. ഓക്കെ, then 3 into ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ into സെക്കൻഡ് ടേം പ്ലസ് അഗൈൻ 3 into ഫസ്റ്റ് ടേം into സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേമിന്റെ ക്യൂബ്. ഓക്കെ, സോ 8x³ അതുപോലെ എഴുതി. 3 into 2x ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 4x² into 3y പ്ലസ് 3 into 2x into 3y ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 9y² പ്ലസ് 3y ഹോൾ ക്യൂബ് എന്താണ്? 27y³. then 8x³ plus 3 into 4 into 3, 3 into 4 12, 12 into 3 36, then x² y plus 3 into 2 into 9, 3 into 2 6, 6 into 9 54, then x into x y² plus 27y³. ഓക്കെ, ദെൻ ഹയർ ഡിഗ്രി ഒക്കെ ആദ്യം എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8x³ ആദ്യം വരും, ദെൻ 27y³ നെക്സ്റ്റ് ടേം ആയിട്ട് വരും, പ്ലസ് 36x² y പ്ലസ് 54xy². അപ്പൊ ക്വസ്റ്റ്യൻ തന്നത് തന്നെ അല്ലേ? 8x³ പ്ലസ് 27y³ പ്ലസ് 36x² y പ്ലസ് 54xy². അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ സാധിക്കും? 2x + 3y ഹോൾ ക്യൂബ്, 2x + 3y ഹോൾ ക്യൂബ്. അല്ലെങ്കിൽ ഒന്നുകൂടെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയാൽ എന്തായിരിക്കും വരിക? 2x + 3y into 2x + 3y into again 2x + 3y. ഇതാണ് ഈ ഗിവൺ ക്വസ്റ്റ്യന്റെ ഫാക്ടറൈസ്ഡ് ഫോം. Hope this video was up to your expectations. See you in the next video. Till then, bye. Homework makes maths easy.